നേമമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്താൻ ഘടകകക്ഷിയായ CPIക്കുള്ളിൽ തന്നെ ഗൂഢാലോചന നടന്നു. പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഇടതുമുന്നണിയെ കടുത്ത പ്രതിരോധത്തിലാക്കുകയാണ്. BJPയുടെ രാജീവ് ചന്ദ്രശേഖരനും UDF സ്ഥാനാർത്ഥി KS ശബരിനാഥിനും രാഷ്ട്രീയമായി പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് നേമത്തെ CPIയിലുണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾക്കപ്പുറം മുന്നണി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ BJP നേതാക്കളുമായി CPI നേതാവ് ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശിവൻകുട്ടിയെ കാലുവാരാൻ BJP നേതാവുമായി ഫോണിൽ സംസാരിച്ചെന്ന ആരോപണത്തിൽ CPI ജില്ലാ കൌൺസിൽ അംഗം VS സുലോചനനെ സസ്പെൻഡ് ചെയ്തതാണ് വിവാദങ്ങളുടെ തുടക്കം. വിശദീകരണം പോലും ചോദിക്കാതെയുള്ള ഈ അടിയന്തര നടപടി പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് മറനീക്കി പുറത്തു കൊണ്ടുവന്നു. കൂടെ നിൽക്കേണ്ടവർ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നത്. അമ്പലത്തറ കൌൺസിലറായിരുന്നു സുലോചനൻ. ഈ സമയം ശിവൻകുട്ടിയുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് അമ്പലത്തറയിൽ BJP കൌൺസിലർ എത്തി. ഇതിനുശേഷം അവിടെ സംഘർഷമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രാദേശിക നേതാവിനോട് സുലോചനൻ നടത്തുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. ഇതിൽ തങ്ങൾ മറിച്ച് ചിന്തിക്കുമ്പോഴാണ് സംഘർഷമുണ്ടായതെന്ന് പറയുന്നുണ്ട്. ഈ ഓഡിയോയുടെ പേരിലായിരുന്നു നടപടി. എന്നാൽ ഇത്തരത്തിൽ BJPക്കാരുമായി സംസാരിച്ചത് അച്ചടക്കലംഘനമാണെന്നാണ് CPIയിലെ ഔദ്യോഗിക വിഭാഗത്തിന്റെ വാദം. നേരത്തെ പാപ്പനംകോട് മണ്ഡലം സെക്രട്ടറി അജയനെ ഫോണിലൂടെ അസഭ്യം പറഞ്ഞ് ആറ്റുകാൽ ലോക്കൽ സെക്രട്ടറി ഷിബു K സുരേന്ദ്രനെ പുറത്താക്കിയത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഷിബുവിനെ പുറത്താക്കിയത് സ്വാഭാവികമാണെന്ന് നേതൃത്വം അവകാശപ്പെടുമ്പോഴും തിരഞ്ഞെടുപ്പ് വേളയിൽ ഈ പുറത്താക്കൽ വിപരീത ഫലം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. നേമത്തെ CPI നേതാക്കൾക്കിടയിലെ ഈ ചേരിതിരിവ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. CPI വോട്ടുകളിൽ ചോർച്ചയുണ്ടായാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് NDI ക്യാമ്പ്. മറുവശത്ത് ഇടതുകോട്ടയിലെ ഈ വിള്ളൽ വഴിതിരിച്ചുവിടാൻ ശബരിനാഥിലൂടെ കോൺഗ്രസും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. മന്ത്രി GR അനിലിന്റെ അടുപ്പക്കാരനായ മണ്ഡലം സെക്രട്ടറി പപ്പനംകോട് അജയൻ തന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ തിരഞ്ഞുപിടിച്ച് പുറത്താക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. കാലടി ജയചന്ദ്രന് പിന്നാലെ ചുമതലയേറ്റ അജയന്റെ നിലപാടുകൾ പാർട്ടിയെ തളർത്തുന്നുവെന്നാണ് ഒരു വിഭാഗം അണികൾ പറയുന്നത്. നഗരസഭാ തിരഞ്ഞെടുപ്പിലും സമാനമായ കാലുവാരൽ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമ്പലത്തറയിലെ CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച ജില്ലാ കൌൺസിൽ അംഗത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം നേതൃത്വം അവഗണിക്കുകയായിരുന്നു. തങ്ങളുടെ നേതാക്കൾക്കെതിരെ പരാതിയില്ലാതെ നടപടിയെടുക്കുന്നതിൽ സുലോചനൻ പക്ഷം കടുത്ത അമർഷത്തിലാണ്. CPM നേതൃത്വമോ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയോ സുലോചനനെതിരെ പരാതി നൽകിയിട്ടില്ലെന്നിരിക്കെ എന്തിനാണ് CPI ധൃതിപ്പെട്ട് നടപടിയെടുത്തതെന്ന ചോദ്യവും ഉയരുന്നു. മുൻ സെക്രട്ടറിയെ വീണ്ടും ചുമതലപ്പെടുത്തിയതിനെ സുലോചനൻ എതിർത്തതാണ് ഇപ്പോഴത്തെ പുകിലിന് പിന്നിലെന്നും സംസാരമുണ്ട്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട സമയത്ത് നേതാക്കളെ പുറത്താക്കുകയും പഴിചാരുകയും ചെയ്യുന്നത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. നേമത്തെ ഈ അസ്ഥിരത വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചാൽ അത് ശിവൻകുട്ടിയുടെ വിജയസാധ്യതകളെ സാരമായി ബാധിക്കും. രാജീവ് ചന്ദ്രശേഖറും ശബരിനാഥും വിജയതീരത്തെത്താമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്.